മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. അല്ല, ഈ MN കാരശ്ശേരിയൊക്കെ ആരെയാണ് ഈ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത്? കഴിഞ്ഞ ദിവസത്തെ ഏഷ്യാനെറ്റിൽ നടന്നിട്ടുള്ള ചർച്ചയുടെ ചെറിയൊരു ഭാഗം നമ്മളിവിടെ മുന്നോട്ട് വെക്കുന്നത്. മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയൊക്കെ അങ്ങനെ അങ്ങ് വെളുപ്പിക്കുക. എന്നിട്ട് BJPയും മുസ്ലിം ലീഗും എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് എന്തോ മതേതരത്താണെന്നും BJP എന്തോ ഹിന്ദുരാഷ്ട്രവാദമാണെന്നും എന്തൊക്കെയാണ് ഈ കാരശ്ശേരി വിളിച്ചു പറയുന്നത്? നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം, ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ ഒരു ശക്തമായ രാഷ്ട്രീയ സാന്നിധ്യമല്ല. 1000-ഓളം പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്ത് പോലും അവർ ഭരിക്കുന്നില്ല. അവർക്ക് അത്ര അംഗസംഖ്യയില്ല, അവർക്ക് അത്ര വോട്ടുമില്ല. ഇത് മുഴുവൻ മുസ്ലിം വിരുദ്ധത പറയാനുള്ള ഒരു കാരണമായിട്ട് പറയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, TP ചന്ദ്രശേഖരനെ കൊല്ലാൻ പോകുന്ന കാറിൻ്റെ പിറകിൽ മാഷാ അല്ലാ എന്നുള്ള സ്റ്റിക്കർ ഒട്ടിക്കുന്നത് എന്തിനാണ്? ഇതൊന്നും ചെറിയ കാര്യങ്ങളല്ല, ഇതൊക്കെ വളരെ ആസൂത്രിതമായി വരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ അനങ്ങിയാലും ഇപ്പോൾ സജി ചെറിയാൻ്റെ പ്രസ്താവത്തിലുള്ള ഒരു കാര്യം, BJPയെയും ലീഗിനെയുമാണ് അദ്ദേഹം താരതമ്യപ്പെടുത്തുന്നത്. ഒന്നാമത് BJP എന്ന് പറയുന്ന ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു പാർട്ടിയാണ്. മുസ്ലിം ലീഗിന് ഒരു കാലത്തും അങ്ങനെ ഒരു 47 ശേഷമുള്ള ലീഗിനെ പറ്റിയാണ് പറയുന്നത്, ഒരു രാഷ്ട്രസ്ഥാപനം എന്നുള്ളൊരു സംഗതി ഇല്ല. ഇവരിപ്പോൾ 48 മാർച്ച് 10 ഉണ്ടായ പാർട്ടിയാണല്ലോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. നിങ്ങൾ കേട്ടില്ലേ ആരെയായി വെളുപ്പിക്കുന്നത് കാരശ്ശേരി? അല്ല, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചില്ലേ? 47 ശേഷമുള്ള ലീഗിന്റെ കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. ലീഗിന് മതരാഷ്ട്രവാദമൊന്നുമില്ല. അല്ല, ഈ 47 മുമ്പ് വരെ ഉണ്ടായിരുന്ന മുസ്ലിം ലീഗ് എന്താ ചെയ്തിട്ടുള്ളത്? നമ്മുടെ രാജ്യത്തിന്റെ ഇടനെഞ്ച് കീറിയിട്ട് മറ്റൊരു രാജ്യം അങ്ങ് രൂപീകരിച്ചു. പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യമുണ്ടായത് മുസ്ലിം ലീഗിലൂടെ തന്നെയല്ലേ? പിന്നീട് ഇവിടെയുള്ള മുസ്ലിം ലീഗ് എന്താ നമ്മുടെ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മതത്തിന്റെ പേരിൽ നമ്മുടെ രാജ്യത്ത് 2000-ലധികം രജിസ്റ്റർ ചെയ്ത പാർട്ടികളുണ്ട്. അതിലേക പാർട്ടിയാണ് മതത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, അത് മുസ്ലിം ലീഗാ. ആ മുസ്ലിം ലീഗിന്റെയൊക്കെ ലക്ഷ്യം പുറമോടി പലതുമാണ്. പല മതേതരത്വം വിളിച്ചു പറയുമെങ്കിലും അവരെന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ കാലം അത്രയും ചെയ്തിട്ടുള്ളത് അതൊക്കെ എന്താണ് എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം വ്യക്തമായിട്ട് KM ഷാജിയിലൂടെയൊക്കെ തന്നെ അങ്ങ് തിരിച്ചറിയല്ലേ? എന്നിട്ട് ആ മുസ്ലിം ലീഗിനെ വെളുപ്പിക്കുക. പിന്നെ BJP ഹിന്ദു രാഷ്ട്രവാദം എന്നൊക്കെ പറയുന്ന, അല്ല, ഈ രാജ്യം ഹിന്ദു ഭൂരിപക്ഷ രാജ്യമല്ലേ? ഈ രാജ്യത്തിന്റെ സംസ്കാരം, പാരമ്പര്യം, പൈതൃകം എന്ന് പറയുന്നത് ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതിൽ എന്തെങ്കിലും തർക്കം ഈ MN കാരശ്ശേരിക്കുണ്ടോ? ഈ MN കാരശ്ശേരിയോടൊക്കെ ഗൾഫ് രാജ്യങ്ങളുടെ സംസ്കാരവും പൈതൃകവും പാരമ്പര്യവും എന്താണ് എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയാ? അത് ഇസ്ലാമിക മതവുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട പാരമ്പര്യവും പൈതൃകവും സംസ്കാരമൊക്കെ തന്നെയാണ് ഗൾഫ് രാജ്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. അതിലിവിടെ ഒരാൾക്കൊരു തർക്കമില്ല. അത് അവരുടെ പാരമ്പര്യവും പൈതൃകവും സംസ്കാരവും അവർ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോട്ടെ. ഇനി യൂറോപ്യൻ രാജ്യങ്ങൾ, ഇനി ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ഇവർക്കൊക്കെ തന്നെ പാരമ്പര്യവും പൈതൃകവും സംസ്കാരവും ഒക്കെ തന്നെ ലോകത്തെല്ലാ സ്ഥലങ്ങളിലും അവരുടെ പാരമ്പര്യവും പൈതൃകവും സംസ്കാരമൊക്കെ ഉയർത്തിപ്പിടിക്കൂ. എന്ത്, നമ്മുടെ ഭാരതത്തിന് മാത്രം നമ്മുടെ പാരമ്പര്യവും പൈതൃകവും സംസ്കാരവും ഉയർത്തിപ്പിടിക്കരുത് എന്നാണോ MN കാരശ്ശേരി ഉൾപ്പെടെയുള്ള ആളുകൾ വിളിച്ചു പറയുന്നത്? നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യം, പൈതൃകം, സംസ്കാരം എന്ന് പറയുന്നത് ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടതാ. അതിനി പ്രത്യേകിച്ച് ഒരു വാദത്തിന്റെ ആവശ്യമില്ല. ഇതൊരു ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യം, പൈതൃകം, സംസ്കാരം എന്നൊക്കെ പറയുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി നെഹ്റു മതമില്ലാത്ത ഒരാളായിരുന്നു. എന്നിട്ട് പോലും നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യവും പൈതൃകവും സംസ്കാരവും അനുസരിച്ച് പൂജ ഉൾപ്പെടെ ചെയ്തുകൊണ്ടാണ് രാജ്യത്തെ ഏതൊരു പദ്ധതിയും ആ കാലഘട്ടത്തിൽ ഉൾപ്പെടെ തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ഈ രാജ്യത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് എഴുതപ്പെട്ടത് തന്നെയാ, ഒരു തർക്കമില്ലാത്ത വിഷയ. അതിനാൽ ഈ കാലഘട്ടം ആയ സമയത്തേക്ക് കോൺഗ്രസ് ജിഹാദികളെ പിന്തുണയ്ക്കുക, അല്ലെങ്കിൽ ജിഹാദികളുടെ വോട്ടിന് വേണ്ടിയിട്ട് ഇത് ഹിന്ദു രാഷ്ട്രവാദമാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ഇതൊരു ഹിന്ദു ഭൂരിപക്ഷ രാജ്യമാണ്. ഈ രാജ്യം എന്ന് പറയുന്നത് ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട സംസ്കാരവും പാരമ്പര്യവും പൈതൃകവും ഒക്കെ തന്നെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാജ്യ. അതിന് തർക്കം ആർക്കും വേണ്ട. ഒരു MN കാരശ്ശേരിക്കും അതിന്റെ യാതൊരു തർക്കവും വേണ്ട. പിന്നെ ജമാഅത്തെ ഇസ്ലാമി, ഈ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ എന്താ പറയുന്നത്? ഇവിടെ 1000-ഓളം പഞ്ചായത്ത്,
അതിലൊരു സ്ഥലത്ത് പോലും ജമാഅത്തെ ഇസ്ലാമിക്ക് ഒന്നുമില്ല എന്നൊക്കെ പറയുന്ന ഇനി ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറയുന്നത് അത് മുസ്ലിങ്ങൾക്കെതിരെയാണ് എന്നൊക്കെ പറയാൻ ഉളുപ്പില്ല ഈ എം എൻ കാരശ്ശേരിക്ക്. ഈ എം എൻ കാരശ്ശേരിക്ക് ലോക വിവരമൊക്കെയുള്ള ഒരു ആളല്ലേ. തൊട്ടടുത്ത അയൽ രാജ്യത്ത് ബംഗ്ലാദേശിൽ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചതല്ലേ. ആരാ നിരോധിച്ചിരുന്നത്? ഷെയ്ഖ് ഹസീന. എന്തിനാ? അന്നത്തെ പ്രധാനമന്ത്രി എന്തിനാ നിരോധിച്ചത്? അവരെ കുറച്ചായിരുന്നു. ആ കുറച്ചുള്ള ജമാഅത്തെ ഇസ്ലാമി പിന്നീട് ഷെയ്ഖ് ഹസീനയെ രാജ്യത്ത് നിന്ന് ഓടിച്ചു. ആ കുറച്ചുള്ള ജമാഅത്തെ ഇസ്ലാമിയാണ് ഇന്ന് ബംഗ്ലാദേശിനെ നിയന്ത്രിച്ച് ഭരിച്ചു മുന്നോട്ട് പോകുന്നത്. ആ ജമാഅത്തെ ഇസ്ലാമിയാണ് ബംഗ്ലാദേശില് ക്രിസ്ത്യാനിക്കെതിരെ, ഹിന്ദുവിനെതിരെ നരനായാട്ട്, അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ നരനായാട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയ. എന്തിനേറെ പറയുന്നു, നമ്മുടെ കേരളത്തില് ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനല്, മൗദൂദി ചാനല് 24 മണിക്കൂറും ഇവിടെ വിഷമല്ല തുപ്പിക്കൊണ്ടിരിക്കുന്നത്. ആ വിഷം തുപ്പുന്നതിലൂടെയല്ലേ കേരളത്തിലെ ജിഹാദികൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, എന്താണ് അജണ്ട സെറ്റ് ചെയ്യേണ്ടത് എന്ന് പോലും. രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിങ്ങളെ പോലും തെറ്റിദ്ധരിപ്പിക്കല്ലേ ഇവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമി യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. വളരെ കുറച്ച് തുച്ഛമുള്ളൂ. പക്ഷെ ഈ തുച്ഛമാണ് നമ്മുടെ കേരളത്തിലെ സകല ജിഹാദിസത്തെയും നിയന്ത്രിക്കുന്നത്. അത്തരത്തിലല്ലേ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ പ്രത്യേകിച്ച് എം എൻ കാരശ്ശേരിക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ എം എൻ കാരശ്ശേരിക്ക് അറിയാം. എന്നാലും ഇപ്പൊ കുറച്ചായിട്ട് കോൺഗ്രസിന് വേണ്ടിയിട്ട് 24 മണിക്കൂറും കാരശ്ശേരി ഉളുപ്പില്ലാതെ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധിയൊക്കെ കാണാൻ വന്നത് രാഹുൽ ഗാന്ധി ഈ ബന്ധങ്ങളൊക്കെ കൊണ്ടാണോ? ഇപ്പൊ വലിയ രീതിയിൽ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ എം എൻ കാരശ്ശേരിയൊക്കെ പച്ചക്കള്ളം പറയുന്നത്? പിന്നെ അദ്ദേഹം പറഞ്ഞത് മറ്റൊരു കാര്യം ശരിയാ. മാഷാ അല്ലാഹ് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഇടതുപക്ഷം ഇവിടെ ടി പി ചന്ദ്രശേഖരൻ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരു വർഗീയ ശ്രമത്തിന് നടത്തിയിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യം തന്നെയാ, അതിനൊന്നും തർക്കമില്ല. പക്ഷെ ഇവിടെ നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് ദേശീയതയാണ് BJP ഉയർത്തിപ്പിടിക്കുന്നത്. അതേസമയം ഇവിടെ മുസ്ലിം ലീഗ് എന്ന നെറുകയാണ് പച്ച വർഗീയതന്റെ 24 മണിക്കൂറും KM ഷാജിയുടെ പ്രസംഗം കേട്ടിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ അയച്ചു തരാം. കേൾക്കാഞ്ഞിട്ടുള്ള പ്രശ്നമാണെങ്കിൽ എം എൻ കാരശ്ശേരിക്ക് അയച്ചു തരാം. മതമാണ്, മതമാണ്, മതം മാത്രമാണ്, സമുദായത്തിന് വേണ്ടിയാണ് എന്തൊക്കെയാണ് KM ഷാജി വിളിച്ചു വരുന്നത്. ഈ എം എൻ കാരശ്ശേരിയും KM ഷാജി ഇപ്പോൾ ഒരുപോലെ തന്നെയല്ലേ വിളിച്ചു വരുന്നത്. ജമാഅത്തെ ഇസ്ലാമി ഒരു വർഗീയ സംഘടനയാണെന്ന് പറയുമ്പോൾ, ജമാഅത്തെ ഇസ്ലാമി നാട് കുട്ടിച്ചോറാക്കുമെന്ന് പറയുമ്പോൾ അത് മതത്തിനെതിരെയാണെന്ന് എം എൻ കാരശ്ശേരി എങ്ങനെയാ വിളിച്ചു പറയുക? അതേപോലെ തന്നെയല്ലേ KM ഷാജി വിളിച്ചു വരുന്നത്. ഇവരൊക്കെ ഒരു ടീമായിപ്പോ, ഇവരൊക്കെ ഒരു ടീമാ. ഈ എം എൻ കാരശ്ശേരിയോടൊക്കെ ഈ എം എൻ കാരശ്ശേരിയൊക്കെ കുറച്ചായിട്ട് ഈ പറയുന്ന കോൺഗ്രസിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. കോൺഗ്രസിന്റെ വക്താവിനെ പോലെയാണ് മുന്നോട്ട്. എന്തിനാണ് കേരളത്തിലെ ജിഹാദികളെ നിങ്ങൾ പ്രീണിപ്പിച്ച് മുന്നോട്ട് പോകുന്നത്? ജമാഅത്തെ ഇസ്ലാമിയൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടിയിട്ടൊക്കെ കാരശ്ശേരിക്കൊക്കെ ഇപ്പോ വാദിക്കാൻ സാധിക്കുന്നത്? കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടേക്കാണ്? ഈ കാരശ്ശേരിക്ക് എന്തിനു വേണ്ടിയാണ് ഉളുപ്പില്ലാതെ ചാനൽ ചർച്ചയിൽ വന്ന് ഈ ജാതി പച്ചക്കള്ളം വിളിച്ച് പറയുന്നത്?